ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 4 അമ്മമാരും കൂടെ 2 പെട്ടീൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാ. ഇവരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇവരെല്ലാം കേട്ടോ ഇപ്പോൾ അടകിടക്കുന്നത്. ഇവർ അടകിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകമായിട്ട് വെച്ചു കൊടുത്തതൊന്നല്ല. മുട്ടയിടാൻ വേണ്ടി വെച്ച പാത്രത്തിൻ്റെ അകത്ത് തന്നെ ആദ്യത്തെ മുട്ടൊന്നും നമ്മൾ വെച്ചു കൊടുക്കാൻ എടുത്തിട്ട് അതെല്ലാം ഞാൻ ഉപയോഗിക്കാൻ എടുക്കുക ചെയ്തത്, വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്ത്. അപ്പോൾ അന്നേരം ഒരു ക്രോസിൻ്റെ പൂവൻകോഴി ഉണ്ടായിനി. പിന്നെ അതിന് കൊടുത്തതിന് ശേഷമാണ് ഇവരെ മുട്ട ഞാൻ നടവെക്കാൻ എടുക്കാമെന്ന് വെച്ചത്. പിന്നെ എനിക്ക് സമയവും ഉണ്ടായില്ല ഇവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഇതുപോലെ തുറന്നിളക്കും, തീറ്റ കൊടുക്കും, അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടില്ലേ. ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇവരിങ്ങനെ കിടന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇതുപോലെ കൂട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് കുഞ്ഞിക്കോഴിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വിരിഞ്ഞിട്ടുണ്ട്. ഇവർ മാത്രമല്ല 4 പിടക്കോഴികളെ ഞാനൊന്ന് കൊണ്ടുവന്നു. അപ്പോൾ 4 ആൾ ഇതുപോലെ പൊരുന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ കുഞ്ഞിക്കോഴിൻ്റെ ഒച്ച കേട്ടിട്ട് കൂട് നോക്കുമ്പോഴത്തേക്ക് 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു മുട്ടേൻ്റെ ഉള്ളിലേക്ക് ഫുൾ ഉറുമ്പാ കയറുന്നുണ്ടായത്. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ വേഗം പൊട്ടിച്ചു. എന്താ പറയുക, തോടലടർത്തി മാറ്റി ജീവൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ടയുടെ ഉടലെ ഞാൻ പൊട്ടിച്ചു നോക്കിയത്. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നനക്കാൻ കാണുന്നുണ്ടായിനി. ഞാൻ അതിനെയും വിരിഞ്ഞ 2 കുഞ്ഞുങ്ങളെയും കൂടെ മാറ്റിയിട്ട് ഈ പെട്ടിയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താവും എന്നറിയില്ല. ഞാനൊന്ന് മെല്ലെ നോക്കി നോക്കാം എന്തായി, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കി നോക്കട്ടെ. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ പൊട്ടിച്ചിട്ട് വെച്ചു കൊടുത്ത തോട് എന്ന് പറയുന്നത്. ഇത് ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ആ ഒരു കുഞ്ഞ്. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചു കൊടുത്ത കുഞ്ഞ്. ഇതാണേ. ജീവനോടെ കിട്ടുമോ ഇല്ലയൊന്നും അറിയില്ല. സാധാരണ ഞാൻ പൊട്ടിച്ചതൊന്നും ജീവനോടെ കിട്ടലില്ല. പിന്നെ രാവിലെ വിരിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒച്ച കേട്ടെന്ന് പറയുന്നത് ഇയാളതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് നേരത്തെ വിരിഞ്ഞിട്ടുണ്ടായതാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. അതായത് ആയില്ല, അതിൻ്റെ തൂവലെല്ലാം ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചട്ടി കിടക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു വിരിഞ്ഞ കുഞ്ഞുങ്ങളെ വേഗം വേറൊരു തള്ളേനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്ന്. എല്ലാം കൂടി ഒന്നിച്ചാകുമ്പം ചിലപ്പോൾ എന്താ പറയുക, കാർബോർഡിൻ്റെ ഉള്ളിൽ കയറി കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മേത്തെല്ലാം ചവിട്ടിപ്പോയിടണം, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകും. ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വേറൊരു കൂട്ടിലേക്ക് ഇവരെ മാറ്റിയിട്ടായില്ല കേട്ടോ. വിരിഞ്ഞനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ വലിയ വെട്ടിയുള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരാൾ മാത്രമേ കിടക്കുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ചെറിയ കാർബോർഡിൻ്റെ വെട്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഇവർ 2 ആൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് മറ്റേ മേലുണ്ടായ കോഴി ഈ ഒരു പെട്ടീൻ്റെ അകത്താണ് ഉണ്ടായത്. അപ്പോൾ അതിനെയും 2 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റിയാലും ഇപ്പുറത്തെ പെട്ടിയിലുണ്ടായ ആൾ ഇതിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയില്ലത്. അപ്പോൾ ഇങ്ങനെ അട്ടിക്ക് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തള്ളക്കോഴിനെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങളെയും മാറ്റിയത്. ഇങ്ങനെ കിടന്നിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചവിട്ടിപ്പോയിട്ടാണ് കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ ഒരു പേടി കാരണമാണ്. പിന്നെ ഞാൻ ഈ ചെറിയ വെട്ടീൻ്റെ അകത്താണ് സാധാരണ അടവെക്കാൻ എടുക്കുന്നത് തന്നെ. ഇതിപ്പോൾ എനിക്ക് മാറ്റി വെക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ്. ചെറിയ പെട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചധികം മുട്ട വെക്കാൻ കഴിയലുണ്ട് എന്ന് തോന്നലുണ്ട്. എന്താ വെച്ചാൽ ഈ വലുതിൻ്റെ അകത്താകുമ്പം കോഴി നീങ്ങുന്നതിനനുസരിച്ച് മുട്ടയും നീങ്ങിപ്പോകുന്നതുകൊണ്ട് എന്താ പറയുക, എല്ലാ മുട്ടക്കും എല്ലാം ഒരുപോലെ ചൂട് കിട്ടുമോ എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ചെറിയ പെട്ടിയാകുമ്പോൾ നമ്മൾ ഒരു കോഴീനെ വെക്കുന്ന സമയത്ത് നടുഭാഗത്തേക്ക് കുറച്ച് കുഴി പോലെയാക്കി സൈഡിലോട്ടെല്ലാം പുല്ലെല്ലാം നീക്കി വെച്ച് കഴിഞ്ഞാൽ നടുഭാഗത്ത് തന്നെ ഒരുപാട് മുട്ട വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴി ഇരിക്കുന്ന സമയത്ത് എല്ലാ മുട്ടക്കും ഒരുപോലെ ചൂടിട്ട് വിരിയും ചെയ്യലുണ്ട്. അപ്പോൾ എനിക്ക് മുന്നേ വെച്ച സമയത്തെല്ലാം നല്ല വെച്ച കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് കിട്ടലുണ്ടായിനി. പക്ഷേ ഇങ്ങനെയാവുമ്പോൾ ഈ കൂട്ടൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് തന്നെ എന്താ പറയുക, മുട്ടയിൽ ഇതുപോലെ പുറത്തേക്ക് കണ്ട ഇതുപോലെ മുട്ടയിൽ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇനി എത്ര ഉള്ളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാലും പിന്നെയും കോഴിയെ നിറങ്ങുന്നതിനനുസരിച്ച് മുട്ടയിൽ അങ്ങിങ്ങലാവും. അതുകൊണ്ട് ഞാൻ അധികം തൊടാനും ആക്കാൻ നിൽക്കുകയില്ല. ഇവരെ ഞാൻ ഇത് അടയിരിക്കുന്നത് കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം മുട്ടക്കല്ല ഇവർ 4 ആളും കൂടെ അടയിരുന്നിട്ടുണ്ടായിനി. ബാക്കിയുള്ള മുട്ടകളെല്ലാം നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് മുട്ടകളേ ഇല്ല, ഒരു 10-20 മുട്ട അങ്ങനത്തെ ഇല്ല ഇവർ 4 ആളും കൂടി കിടക്കുന്നത്. പക്ഷേ അന്നേരം എനിക്ക് മാറ്റാനും കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് പിന്നെ ഇവർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അട കിടക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ കുറേ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അടവെക്കാൻ പറ്റുന്നില്ല. വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് വലിയ കൂട്ടിനുള്ളിലേക്ക് ഞാൻ മാറ്റാൻ നോക്കിയിട്ടുണ്ടായിനി. പക്ഷേ എങ്ങനെയും എനിക്ക് മാറ്റിയിട്ട് ഇവർ അട കിടക്കുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ച് വിരിയുന്ന സമയം നോക്കി കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റുക ചെയ്തിട്ടുണ്ടായത്. അവൾ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നു. ഭയങ്കരമായിട്ട് ഒച്ചയുണ്ടാക്കിയത്. പിടിച്ച് പുറത്തേക്ക് ഇടുന്നതിൽ പേടി കൊണ്ടാന്ന് തോന്നുന്നു. അധികം ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക്. അതായാലും ഞാനിടുന്ന് ഇങ്ങോട്ട് നീങ്ങട്ടെ. കുറേ ദിവസമായില്ല ഇങ്ങനെ ഒരു വിശേഷമെല്ലാം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എല്ലാം ചെയ്തിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ.